കാട്ടകമ്പാൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബീഫെസ്റ്റ് പ്രതിഷേധം. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ നടന്ന സമന്വയം 2017 കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സഹായ മെത്രാപ്പോലീത്ത അഭിവന്ദ്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിക്ക് കുന്നംകുളം സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിൽ സ്വീകരണം. അപകട മരണങ്ങൾ കുറയ്ക്കാൻ പെരുമ്പിലാവ് റോഡിൽ 4-വരിപ്പാത നിർബന്ധമെന്ന് പോലീസ് റിപ്പോർട്ട്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാരാവ് സംഘടിപ്പിച്ചു. കാഞ്ഞിരത്തിങ്കൽ യുവജന വായനശാലയിൽ നടന്ന SSLC +2 വിജയികളെ ആദരിക്കുന്ന ചടങ്ങ് KT ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവാദ ഉത്തരവിനെതിരെ കാട്ടകമ്പാൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബീഫെസ്റ്റ് പ്രതിഷേധം. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ബീഫെസ്റ്റ് ശ്രദ്ധേയമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിനെതിരെയാണ് കോൺഗ്രസ് ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഓരോ മനുഷ്യനും എന്ത് കഴിക്കണമെന്ന് സ്വയം തീരുമാനിക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ ഓർഡർ പ്രകാരം മൃഗങ്ങളെ വധിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റി ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ചിറക്കൽ സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ശ്രീ MS മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. MA അബ്ദുൾ റഷീദ്, റഫീഖ് NM, KV മണികണ്ഠൻ, NK അബ്ദുൾ മജീദ്, ജിഷാർ കോട്ടോൽ, ഷമീർ ഇഞ്ചക്കാലയിൽ എന്നിവർ പ്രസംഗിച്ചു. ധാരാളം പ്രവർത്തകരും പങ്കെടുത്തു. യോഗത്തിന് ശേഷം എല്ലാവർക്കും ബീഫ് കറി നൽകി. സ്വാതന്ത്ര്യത്തിന്റെ ആ വലിയ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ കോൺഗ്രസിന് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഞങ്ങൾക്ക് പുതിയൊരു രാജ്യത്തെ അല്ലെങ്കിൽ പുതിയൊരു നാളിനെ ഞങ്ങൾ സൃഷ്ടിച്ചെടുക്കാമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ നാളുകൾ മതന്യൂനപക്ഷങ്ങളുടെ മേൽ അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഇഷ്ട വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള നാളുകളാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കാൻ ഈ രാജ്യത്ത് ഭരണം നടത്തുന്ന നരേന്ദ്രമോദിയും BJPയും തയ്യാറാകണമെന്നാണ് കോൺഗ്രസ്. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ നടന്ന സമന്വയം 2017 കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ നടന്ന സമന്വയം 2017 കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സൈമൺ വാഴപ്പള്ളി അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ G+ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചൊവ്വന്നൂർ BPO ശ്രീ ജോൺ B. പുലിക്കോട്ടിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സുജിനി ബാബുജി, വാർഡ് മെമ്പർ AY ഹമീദ്, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ NK സതീശൻ, പഴഞ്ഞി കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ അനീഷ് ജോർജ് എന്നിവർ സംസാരിച്ചു. ഈ വർഷം മുതൽ ആധുനിക സൗകര്യങ്ങളോടെ ഒരു ഹൈടെക് ക്ലാസ് റൂം ഒരുക്കിയിട്ടുണ്ടെന്നും അതിന്റെ ഉദ്ഘാടനം ജൂൺ 1-ാം തീയതി 12 മണിക്ക് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുമെന്നും ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ താൽക്കാലിക പ്രസിഡന്റായി വീണ്ടും NK സതീശനെ തിരഞ്ഞെടുത്തു. അന്ന് അതിന്റെ പേര് പള്ളിക്കൂടം എന്നായിരുന്നു. പള്ളിയോടനുബന്ധിച്ച് അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളോടനുബന്ധിച്ചിട്ടായിരുന്നു അന്ന് സ്കൂളുകൾ ആരംഭിച്ചത്. മിഷനറിമാരായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത്. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ സാർവത്രികമാകാൻ തുടങ്ങി. കുന്നംകുളം സഹായ മെത്രാപ്പോലീത്ത അഭിവന്ദ്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിക്ക് കുന്നംകുളം സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിൽ സ്വീകരണം. മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലെ സൺഡേ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും കുന്നംകുളം സഹായ മെത്രാപ്പോലീത്തയുമായ അഭിവന്ദ്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിക്ക് ഇടവക സ്വീകരണം നൽകി. തിരുമേനിയുടെ പൗരോഹിത്യ രചിത ജൂബിലി വർഷം കൂടിയാണിത്. പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ജോർജിന്റെ പട്ടത്വ രചിത ജൂബിലിയും അനുമോദന സമ്മേളനവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് അച്ഛന്റെ പട്ടത്വ രചിത ജൂബിലിയും അനുമോദന സമ്മേളനവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. സമ്മേളനം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീ അനീഷ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഫാദർ TC ജേക്കബ് അധ്യക്ഷനായിരുന്നു. കൈകാരൻ TI ഉല്ലാസ്, സെക്രട്ടറി CK ബാബു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഫലകമുണ്ട്.
അപകട മരണങ്ങൾ കുറയ്ക്കാൻ പെരുമ്പിലാവ് റോഡിൽ 4 വരിപ്പാത നിർബന്ധമെന്ന് പോലീസ് റിപ്പോർട്ട്. കടവല്ലൂർ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന സംസ്ഥാന പാതയിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ 4 വരിപ്പാത നിർബന്ധമാണെന്ന് പോലീസ് റിപ്പോർട്ട്. 1 മീറ്റർ വീതിയിൽ മധ്യഭാഗത്ത് ഡിവൈഡർ സ്ഥാപിച്ച് ഇരുവശങ്ങളിലും 7 മീറ്റർ വീതിയിൽ 4 വരിപ്പാത നിർമ്മിച്ചുകൊണ്ട് മാത്രമേ വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി കുന്നംകുളം പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് 4 വരിപ്പാത നിർബന്ധമാണെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. കുന്നംകുളം കല്ലുംപുറം റൂട്ടിൽ വാഹന അപകടങ്ങൾ നിത്യസംഭവമാകുന്ന സാഹചര്യത്തിൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന ഗൗരവമായ ചിന്തയിലാണ് അധികൃതർ. അപകടങ്ങൾ പതിവായ പെരുമ്പിലാവ് കല്ലുംപുറം 5 കിലോമീറ്റർ ദൂരം റോഡ് 4 വരിപ്പാതയാക്കി വികസിപ്പിച്ച് മധ്യഭാഗത്ത് ഡിവൈഡറുകൾ സ്ഥാപിച്ച് മുഖാമുഖമുള്ള വാഹനങ്ങളുടെ യാത്ര ഒഴിവാക്കണം. ഈ സംവിധാനം നടപ്പിലാക്കിയാൽ മാത്രമേ വാഹനങ്ങളുടെ നേർക്കുനേരെയുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. തൃശൂർ മുതൽ കൈപ്പറമ്പ് വരെ റോഡ് 4 വരിപ്പാതയാക്കി ഡിവൈഡറുകൾ സ്ഥാപിച്ചത് കാരണം വാഹനങ്ങളുടെ നേർക്കുനേരെയുള്ള കൂട്ടിയിടികൾ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഈ റൂട്ടിൽ സ്ഥിരം അപകടങ്ങൾ പതിവായിരുന്നു. മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള ഭാഗങ്ങൾ തർക്കത്തെ തുടർന്ന് 4 വരിപ്പാതയാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടുമില്ല. വാഹന അപകടമുണ്ടാകുമ്പോൾ റോഡ് വികസനത്തെക്കുറിച്ച് പറയുകയും നാറ്റ്പാക് അധികൃതരെ കൊണ്ട് പരിശോധിക്കുകയും ചെയ്യുന്നതൊഴിച്ചാൽ പിന്നീട് യാതൊരു തുടർ നടപടികളും ഉണ്ടാകാറില്ല. അപകടങ്ങൾ മൂലം നിരവധി പേർ മരിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങൾ കൂടി അനാഥമാകുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും വാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkulam. Phone 9446 145776, 9446 145778.
വാർത്തകൾ തുടരുന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാരാവ് സംഘടിപ്പിച്ചു. പഴഞ്ഞി കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയ ഇടവകങ്ങളെ അനുമോദിക്കലും വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, മറ്റ് വസ്തുക്കൾ എന്നിവയുടെ വിതരണവും നടത്തി. പഴഞ്ഞി കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി, സഹവികാരി ഫാദർ സജി മാത്യു കുളങ്ങാട്ടിൽ, പള്ളി ട്രസ്റ്റി അനീഷ് സി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. യുവജന പ്രസ്ഥാനം സെക്രട്ടറി ഫ്യൂജിൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. യുവജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവങ്ങൾ വളരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി പറഞ്ഞു. ഈ മാസത്തിന്റെ അവസാനത്തിൽ ഞായറാഴ്ച തുറക്കാനായിട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് യുവജന വായനശാലയിൽ നടന്ന SSLC+2 വിജയികളെ ആദരിക്കുന്ന ചടങ്ങ് KT ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരത്തിങ്കൽ യുവജന വായനശാലയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും SSLC+2 വിജയികളെ അനുമോദിക്കലും നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം KT ഷാജൻ മാസ്റ്റർ നിർവഹിച്ചു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ PG അർജുനൻ മുഖ്യ അതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ ഗോപി, അനിത മുരളി, വായനശാല ഭാരവാഹികൾ, പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വീട്ടില് ബുദ്ധിമുട്ട് അറിയിക്കുകയോ ചെയ്യാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കാതെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു തരുന്ന മാതാപിതാക്കളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി സഹായിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടാവും. ചരമം. ചിറമനയോട് ചീരൻ മാണിമകൻ കുര്യാക്കോസ് ഇന്നലെ മരണമടഞ്ഞു. ശവസംസ്കാര ശുശ്രൂഷ ഇന്ന് 4 മണിക്ക് ആർത്താറ്റ് പള്ളി സെമിത്തേരിയിൽ വെച്ച് നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവാദ ഉത്തരവിനെതിരെ കാട്ടകാമ്പാൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബീഫെസ് പ്രതിഷേധം. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ നടന്ന സമന്വയം 2017 കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സഹായ മെത്രാപ്പോലീത്ത അഭിവന്ദ്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിക്ക് കുന്നംകുളം സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിൽ സ്വീകരണം. അപകട മരണങ്ങൾ കുറയ്ക്കാൻ പെരുമ്പിലാവ് റോഡിൽ 4 വരിപ്പാത നിർബന്ധമെന്ന് പോലീസ് റിപ്പോർട്ട്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാരാവ് സംഘടിപ്പിച്ചു. കാഞ്ഞിരത്തിങ്കൽ യുവജന വായനശാലയിൽ നടന്ന SSLC+2 വിജയികളെ ആദരിക്കുന്ന ചടങ്ങ് KT ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.